ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം. സാഹിത്യകാരനാണോ? ശ്രീജേഷ. പി.ടി. ഉഷയാണോ? കവിയപ്പൻ. റിനി ടോമി. എം.ഡി. വത്സമ്മ. അഞ്ജു ബേബിയോ? നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കടക്കാവൂർ പാണൻ്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി ആയുർവേദ വൈദ്യശാലയാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത്. എന്താണ് പേര്? എൻ്റെ പേര് നിസാർ. ഹാഷിം. ഇവിടെ പാങ്ങോട് തന്നെ. അപ്പോൾ ഞങ്ങളുടെ കൈവശം തിരുവിതാംകൂർ തന്നെ പേര് കേട്ട വിഷചികിത്സകരായ ജബ്ബാർ വൈദ്യൻ്റെ 4ാം തലമുറയിലെ കണ്ണിയായ ഡോക്ടർ നൌഷാദ് വൈദ്യൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനമാണുള്ളത്. ഈ ത്വക്ക് രോഗ ചികിത്സകൾ ധാരാളമായി ചെയ്തു വരുന്നു. വേഗം തന്നെ ഭേദപ്പെടുന്ന ചികിത്സകളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം ആര്? സാഹിത്യകാരനാണോ? അല്ല, നമ്മളെ കായിക താരത്തിന് കൊടുക്കുന്ന അവാർഡാണ്. കേരളത്തിനടുത്തല്ലേ? കേരളത്തിൻ്റെ ഓർമ്മ വരുന്നില്ല. അറിയില്ല. അപ്പോൾ എന്തായാലും ഓർമ്മ നഹി. അപ്പോൾ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം പി.ടി. ഉഷയാണോ? പി.ടി. ഉഷയാണോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു ആദ്യ താരം പി.ടി. ഉഷയല്ല. ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ത്വക്ക് ചികിത്സകൾക്ക് വളരെ പേര് കേട്ട ഒരു ഇടമാണ്. എല്ലാത്തരം വിഷചികിത്സകളും അവിടെ നിന്ന് ലഭ്യമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? ചോദ്യം ഒന്നുകൂടെ പറയാം. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം അറിയില്ല. ഒരു കായിക താരമല്ലേ? കായിക താരമാണ്. ശ്രീജേഷ. അല്ല ചേച്ചി, ഒരു വനിതയാണ് അവർ. പി.ടി. ഉഷ. പി.ടി. ഉഷ. അമ്മ എന്തിനാ വിളിച്ചു പറയുന്നത്? പി.ടി. ഉഷ. പി.ടി. ഉഷ അല്ല. നമ്മുടെ എം.ഡി. വത്സമ്മ. അല്ല. പിന്നെ ആയിരുന്നു ഷൈനി വിൽസന. ഇനി ആയിരുന്നു അറിഞ്ഞൂടാ. പി.ടി. ഉഷയിൽ വന്നിട്ടുണ്ടല്ലേ? പി.ടി. ഉഷ. എന്താ, ഇവരാരുമല്ല, മറ്റൊരാളാണ്. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ജബ്ബാർ സഞ്ജീവി ആയുർവേദ വൈദ്യശാല നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം ആരായിരുന്നു? ഹോക്കി. അല്ല, ഒരു മലയാളി താരമുണ്ട്. അവരാരായിരുന്നു? 3-4 പേര് പറയാം. ഏതാണ്? അഞ്ജു ബേബിയോ? അല്ല. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. പി.ടി. ഉഷ. ശരിയാണ്. റിനി ടോമി. ഖേൽരത്ന പുരസ്കാരം നേടുന്ന മലയാളി താരം ആര്? കായിക താരങ്ങൾക്ക് നൽകുന്ന ഒരു അവാർഡാണ് ഖേൽരത്ന. അത് നേടിയ മലയാളി ആരെന്നാണ് പച്ച മലയാളത്തിൽ. അറിഞ്ഞൂടാ. പിന്നെ അറിയാം. ഏതെങ്കിലും നമ്മളെ കായിക താരത്തിന് അറിയാമോ? കായിക താരങ്ങൾ ഒരുപാട് പക്ഷെ അതൊന്നും ഈ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. എങ്ങനെ അറിയാം? നമ്മളറിഞ്ഞൂടാ. ബാവണ്ണ ഒളിച്ചോടി. ഗുഡ് കഴിച്ചോണ്ടിരിക്കുന്നു. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം അറിയാമോ? ചേച്ചി ഒന്ന് മുന്നോട്ടോ. നേരത്തെ ഒരുപാട് പേര് പറഞ്ഞ്, മറ്റേ ഏലമ്മയെ പറഞ്ഞു, എം ഡി വത്സമ്മയെ പറഞ്ഞു, പി.ടി. ഉഷയെ പറഞ്ഞു, ഷൈനി വിൽസം പറഞ്ഞു. പക്ഷേ നമ്മളെ കെ എം ബീനാമോളെ മാത്രം പറഞ്ഞില്ല. അറിഞ്ഞൂടായിരുന്നല്ലേ? അപ്പോൾ കെ എം ബീനാമോളാണ് 2000-ലും 2004-ലും നമ്മളെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് നമ്മളെ രാജ്യത്തിൻ്റെ ഭാഗമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത താരമാണ്. അവർക്കാണ് 2002-ൽ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. അതിനു മുമ്പ് തന്നെ അർജുന അവാർഡും അവർക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ കെ എം ബീനാമോളാണ് ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.